എന്തുകൊണ്ടാണ് ശബരിമല കേസ് പൊക്കിക്കൊണ്ട് കിടക്കുന്നത് നിങ്ങൾക്കറിയോ? ഇതാ കിടക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 550 കോടി രൂപ മൂല്യങ്ങളുള്ള സ്വർണവും രത്നങ്ങളും ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നവർ അടിച്ചുകൊണ്ട് പോയതിൻ്റെ തെളിവാണ്. ഇതിൻ്റെ വലിയ കോപ്പി ഇത്രയുള്ള ഫയലുണ്ട്, നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. എല്ലാം കൂടെ ചുമന്നുകൊണ്ട് വരാൻ പറ്റില്ല. ഈ വാഗ്ദാനങ്ങൾ നൽകിയത് ഏറ്റവും വലിയൊരു ബിസിനസ് ടൈക്കൂൺ ആയിട്ടുള്ള ഓഫർ ചെയ്ത് നമ്പ്യാരെന്ന് പറയുന്ന സ്വന്തം അമ്മായിയപ്പനെ പോലും കുടുക്കി 1756 കോടിയുടെ ബാധ്യത BPL ഉണ്ടാക്കി വെച്ചിട്ട് 4400 കോടിയുമായിട്ട് BPLന്റെ പടിയിറങ്ങിയ ഒരു വ്യക്തിയാണ് ഇന്ന് കേരളത്തിൽ വന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഈ വാഗ്ദാനത്തെ പറ്റി നമ്മളൊന്ന് ചെറിയൊരു സൂക്ഷ്മ പരിശോധന നമ്മൾ നടത്തണം. 197 കോടിയാണ് ഇന്ന് ഇന്ത്യയുടെ കടം. ആ കടത്തിലിരിക്കുന്ന ഒരു രാജ്യം ജനങ്ങൾക്ക് നൽകുന്ന ഓഫർ എന്താണ്? ഈ ഓഫറിനെ പറ്റി ഇതാക്കുക. അതായത് എയിംസിന്റെ പേര് പറഞ്ഞ് തെക്ക് വടക്ക് നടന്ന് മാധ്യമങ്ങൾ എന്താണ് ഇതിന്റെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുടെ തന്തയ്ക്ക് വരെ വിളിച്ച ഒരു രാജാവ് കേരളത്തിലുണ്ട്. അവസാനം കേരളത്തിന് കിട്ടിയത് ആമ മുട്ടയാണ്. കേരളം ഇപ്പം ഇലക്ഷന്റെ ഏറ്റവും വലിയ ചൂടിലാണ്. ഇപ്പോഴാണ് ജനങ്ങൾ വിധി നിർണ്ണയിക്കുന്ന ഒരു നിമിഷം. ഇവിടെ കോടാനുകോടികൾ ഇറക്കി നുണ ഫാക്ടറിയായ സംസ്ഥാന BJP ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളാണ് ആദ്യം ജനം മനസ്സിലാക്കേണ്ടത്. ഈ വാഗ്ദാനങ്ങൾ നൽകിയത് ഏറ്റവും വലിയൊരു ബിസിനസ് ടൈക്കൂൺ ആയിട്ടുള്ള ഓഫർ ചെയ്ത് നമ്പ്യാരെന്ന് പറയുന്ന സ്വന്തം അമ്മായിയപ്പനെ പോലും കുടുക്കി 1756 കോടിയുടെ ബാധ്യത BPL ഉണ്ടാക്കി വെച്ചിട്ട് 4400 കോടിയുമായിട്ട് BPLന്റെ പടിയിറങ്ങിയ ഒരു വ്യക്തിയാണ് ഇന്ന് കേരളത്തിൽ വന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഈ വാഗ്ദാനത്തെ പറ്റി നമ്മളൊന്ന് ചെറിയൊരു സൂക്ഷ്മ പരിശോധന നമ്മൾ നടത്തണം. 197 കോടിയാണ് ഇന്ന് ഇന്ത്യയുടെ കടം. ആ കടത്തിലിരിക്കുന്ന ഒരു രാജ്യം ജനങ്ങൾക്ക് നൽകുന്ന ഓഫർ എന്താണ്? ഈ ഓഫറിനെ പറ്റി ഇതാക്കുക. അതായത് എയിംസിന്റെ പേര് പറഞ്ഞ് തെക്ക് വടക്ക് നടന്ന് മാധ്യമങ്ങൾ എന്താണ് ഇതിന്റെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുടെ തന്തയ്ക്ക് വരെ വിളിച്ച ഒരു രാജാവ് കേരളത്തിലുണ്ട്. അവസാനം കേരളത്തിന് കിട്ടിയത് ആമ മുട്ടയാണ്. അതുപോലെ തന്നെ ഈ ആൾക്കാരുടെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ BJP പഠിക്കുന്നില്ല. ജനങ്ങൾ അതായത് BJP ഒരു സിസ്റ്റം വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇത് നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ശബരിമല കൊള്ള പറഞ്ഞ് വികസനത്തിന്റെ കാര്യമോ ജനങ്ങളുടെ പ്രശ്നമോ പറയാതെ ഈ BJP എന്നും മുന്നോട്ട് വയ്ക്കുന്നത് ശബരിമല കൊള്ളയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് മാധ്യമങ്ങളുടെ ജനത്തിന്റെ മുന്നിൽ നിന്ന് പറയുകയാണ്, ഈ കേരളത്തിൽ മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിന്റെ പേരിൽ എന്തെങ്കിലും രീതിയിൽ കൊള്ളയടിച്ചെന്നുള്ള തെളിവ് രാജീവ് ചന്ദ്രശേഖരന് മുന്നോട്ട് വെക്കാൻ പറ്റിയാൽ 1 കോടി രൂപ ഇവൻ ഗോകുലത്തിൽ നിന്ന് ചിട്ട് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ചിട്ടെടുത്താണെങ്കിലും 1 കോടി രൂപ ഞാൻ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കാം. അതല്ലാതെ ഒരു ബേസ് ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുക. നുണ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു നുണ ഫാക്ടറി. അത് കഴിഞ്ഞ് BJP വെച്ചിരിക്കുന്ന മറ്റേതാണ് മാലിന്യ നിർമ്മാർജ്ജനം. ഈ മാലിന്യങ്ങളെ നിർമ്മാർജ്ജിക്കുക എന്ന് പറയുന്നത് ആദ്യം BJPക്കകത്തുള്ള ലീഡേഴ്സിനെ ആരാണ്? തുഷാർ വെള്ളാപ്പള്ളി, കാട്ടുകള്ളനായ വെള്ളാപ്പള്ളിയുടെ മകൻ. അതുപോലെ മോദിയുടെ പേരും സംഘത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാരെ പറ്റിക്കുന്നതിന് ഒരു അറുതി വരണം. ഇത് ഞാനും ഒരു പഴയ RSSകാരനാണ്, അത് നിങ്ങൾക്കൊക്കെ അറിയാം. BJP ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ ഇത് എന്റെ വാക്ക് മാത്രമല്ല, ഒരുപാട് സ്വയംസേവകരുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും വാക്കാണ്. അപ്പൊ ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അതുപോലെ PC ജോർജിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് ഇല്ലാത്ത ഒരു മനുഷ്യൻ. ഇവിടുത്തെ KKR, ബ്ലാക്ക്സ്റ്റോൺ പോലുള്ള ഇവിടുത്തെ ഹോസ്പിറ്റൽസ് അത്രയും വിലയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കോക്കസും ഇവരും തമ്മിലുള്ള ബന്ധം എന്താണ്? അതുപോലെ ഈ പറയുന്ന അനൂപ് ആന്റണി പറഞ്ഞു 5 കോടി രൂപയാണ് MLA ഫണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ഫണ്ടാണ് വരാൻ പോകുന്നത്. ഈ അൺലിമിറ്റഡ് ഫണ്ടിന്റെ സോഴ്സ് ആയിരുന്നു FCRA റിലീസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനമായിരുന്നു. അത് നിത്യാനന്ദ റായ്ജിയെ പോലുള്ള യഥാർത്ഥ രാജ്യത്തിന്റെ വികാരം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തി ലോകസഭയിലും ചർച്ച ചെയ്തിട്ട് അവിടെ പാർലമെന്റിൽ അവതരിപ്പിച്ച എന്താണ് നിയമമെന്ന് നമുക്ക് കണ്ടതാണ്. ഇത് നമ്മുടെ കുറച്ച് അച്ചായന്മാരും അതുപോലെ തന്നെ കുറച്ച് ബിഷപ്പുമാരും വരട്ടിയാൽ ആ നിയമം മാറില്ല എന്നുള്ളത് ഞാൻ ജനസംശയത്തിൽ തന്നെ ഞാനിത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആൾക്കാരെ സരസ്വതി ടീച്ചറെ ജാതിയുടെ പേര് പറഞ്ഞ് സരസ്വതി ടീച്ചറിനെ മാറ്റിയത് നരേന്ദ്രമോദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് സ്ത്രീകളെ ബഹുമാനിക്കുന്ന നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു ടീച്ചറുടെ കുഴിമാടം വെച്ച് ടീച്ചറിനെ BJP അഭയം കൊടുത്തു. ആ ടീച്ചറുടെ ഗതി എന്താണ്? പ്രസ് ക്ലബ്ബിൽ മെനഞ്ഞാന്ന് നമ്മൾ നടത്തിയ പ്രസ് ക്ലബ്ബിൽ ടീച്ചർ തുറന്നു പറഞ്ഞു ടീച്ചറിനെ അവഗണിക്കുന്നത് ജാതിയുടെ പേരിലാണ്. അതുപോലെ തന്നെ സുരേന്ദ്രനെ പോലുള്ള ആൾക്കാരും ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആൾക്കാരും ഇത്തരം ആൾക്കാരെ ജാതിയുടെ പേരിൽ വളരാൻ സമ്മതിച്ചിട്ടില്ല. അവരെക്കാളും ഉയരുന്നു എന്ന് കാണുന്ന എല്ലാവരെയും ചവിട്ടി താഴ്ത്തുകയാണ്. എത്ര BJPയിൽ യോഗ്യരായിട്ടുള്ളവരുണ്ട്? അവരെ ആരെങ്കിലും വെച്ചോ? 2020 കൊണ്ടുവന്നു.
അത്തം പിത്തും ഇല്ലാത്ത പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഒരു രീതിയുമില്ലാത്ത പിള്ളേരെ കൊണ്ടുവന്നു. റീല് നടത്തുന്ന ഇട്ട് നടക്കുന്നവർ, ബിഗ് ബോസുകാരെ, ഇവരെയാണോ ഒരു ഇത്രയും വലിയ ശക്തമായ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് കൊണ്ടുവരേണ്ടത്? ഇതിന് ആർക്കും ചോദിക്കാൻ പറ്റില്ല. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ അതിൽ നിന്നും പുറത്താക്കുക. അപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ കോക്കസ് ലക്ഷ്യം വെക്കുന്നത് വില്ലിംഗ്ടൺ ഐലൻഡ് പോലുള്ള പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളാണ്, അല്ലാതെ ജനങ്ങളുടെ ആവശ്യമല്ല. അവർ നിയമത്തിൽ വന്നിട്ട് അവിടെ നിയമം വന്ന് അയാൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ ഇയാള് ഇവിടുന്ന് ഓടിയിട്ട് പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ, എനിക്ക് രാഷ്ട്രീയം വേണ്ട, ഞാൻ രാഷ്ട്രീയം വിട്ടു. രാഷ്ട്രീയം ഇങ്ങനെയല്ല, ജനങ്ങളുമായി ഇടപെടണം. വെള്ളിക്കരണ്ടി വന്ന ആളല്ല രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരു റോബോട്ടിക് ലയറാണ്. അതുപോലെ ഒരുപാട് റോബോട്ടിക് ലയേഴ്സാണ് ഇന്ന് BJP കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഇവർക്ക് വർഗീയത മാത്രം പറയണം, ഇവർക്ക് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ഇവരുടെ കീശ വീർപ്പിക്കണം. AN രാധാകൃഷ്ണന്റെ അഴിമതിയെക്കുറിച്ച് ഇവരെന്തെങ്കിലും വെളി പറഞ്ഞോ? പിണറായി വിജയന്റെ സ്വർണ്ണക്കൊള്ള മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ചോദിക്കും, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പിണറായി പക്ഷമായി. പിണറായി വിജയനും ഭദ്രാനന്ദും ഒരുപാട് വേട്ടയാടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് BJPക്ക് അകത്തൊരു വൻ നായർ ലോബി കിടപ്പുണ്ട്, ഒരു വൻ നായർ ലോബി. അത് ഈഴവന്മാർക്കോ ഹരിജന്മാർക്കോ താഴോട്ടുള്ളവർക്കോ വളരാൻ അവർ സമ്മതിക്കില്ല. ഇത് പിണറായി വിജയനെ ഇന്ന് ഇത്രയും രീതിയിൽ ആക്രമിക്കുന്നത് കേരളത്തിൽ ഒരു ഈഴവ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. ഇത് ഞാൻ ജാതി പറയുന്നതല്ല. ഇവർക്ക് വേണ്ടത് ഇവരുടേതായ ആൾക്കാർ. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ കൊള്ള, രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ തെണ്ടിത്തരങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? BJP പറയുന്നുണ്ടോ? അയാളെ ഗ്ലോറിഫൈ ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്. അതേസമയത്ത് വേറെ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ എല്ലാ രീതിയിലും തേജോവധം ചെയ്യും. സാമ്പത്തിക കള്ളക്കേസ് പറയും, പെണ്ണ് കേസ് പറയും, അതുപോലെ തന്നെ രാജ്യദ്രോഹിയാക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് ഇവര് എല്ലാവരെയും തുല്യമായി കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് ഒരു സീറ്റ് ഇവർ കൊടുത്തോ? എത്രയോ ആൾക്കാർ, നല്ല ആൾക്കാരുണ്ട്. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് സീറ്റ് കൊടുത്തോ? എന്തുകൊണ്ട്? അതാണ് ഞാൻ പറയുന്നത്, ഇത് ബിഷപ്പ് ജനതാ പാർട്ടിയായി പോയെന്ന്. ഇവിടെ ബിഷപ്പുമാരാണ് BJP എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഷോൺ ജോർജിനെയും അതിന്റെ PC ജോർജിനെയും അതുപോലെ തന്നെ അനൂപ് ആന്റണിയെ കൊണ്ടുവന്നത്. അനൂപ് ആന്റണി എന്ത് പണിയാണ് ഡൽഹി ചെയ്തതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എന്താണ് അയാളുടെ പണി? വെളി പറയാൻ പറ്റില്ല. ഷോണിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഷോൺ ഒരു നല്ല വ്യക്തിയാ, പക്ഷേ ഷോണിന്റെ അപ്പൻ എന്ന് പറയുന്ന ഇതുവരെ ഒരു അവസരവാദിയായ ഓപ്പർച്യൂണിസ്റ്റ് കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരാളെ എല്ലാ പാർട്ടിയും എടുത്ത് കളഞ്ഞൊരു വിഴുപ്പിനെ BJP എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ചോര കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണത്. അതൊരു പവിത്രമായ ഒരു ഇതാണ്. രാജീവ് ചന്ദ്രശേഖരനോട് വെല്ലുവിളിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ താമരയുടെ അർത്ഥം എന്താണെന്ന് ആദ്യം പൊതുജനങ്ങളോട് പറയുക. എന്താണ് BJP എന്ന് പഠിക്കുക. കേരളത്തിന്റെ നാഗ്പൂറായ തിരുവനന്തപുരത്ത് ഒരു പുഷ്പാർച്ചനയെങ്കിലും ഡോക്ടർ ജിയുടെ പാദത്തിൽ ഇട്ടിട്ടാണോ ഇയാൾ ഇറങ്ങിയത്? ചട്ടമ്പി സ്വാമിയുടെ പാദത്തിൽ ഒരു പൂ ഇട്ടിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുവിന്റെ അവിടെ ശിവഗിരിയിൽ പോയിട്ടുണ്ടോ? അവിടെ പോയി നമസ്കരിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല. അയാൾ ഓടിയത് ആദ്യം എങ്ങടാ? ബിഷപ്പിന്റെ ജിമ്മിൽ പോയി പുഷപ്പ് അടിച്ചിട്ട് വന്നിട്ടാണ് ഇയാൾ ഈ കഥ പറയുന്നത്. ഇയാൾക്ക് വേണ്ടത് ബിഷപ്പുമാരുമായിട്ടുള്ള ബിസിനസ്സാണ്, അല്ലാതെ ഹിന്ദുക്കളുടെ പ്രശ്നമല്ല, ജനങ്ങളുടെ പ്രശ്നമല്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇതൊന്ന് ചിന്തിക്കുക. കാരണം ഇത്രയും പൊള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ട്, അതുപോലെ തന്നെ SDP ആയിട്ടുള്ള സുരേന്ദ്രന്റെ ഡീൽ, സുരേന്ദ്രൻ കാണിക്കുന്നത് ഇതുപോലെ നമുക്കറിയാം. കാപ്പിക്കുരു കള്ളൻ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. കാപ്പിക്കുരു മോട്ടിച്ച് റിയൽ എസ്റ്റേറ്റ് എന്ന് കാപ്പിക്കുരു മോട്ടിച്ച ഈ കാപ്പിക്കുരു കള്ളനാണ് കേരളത്തിന്റെ തൊട്ടുമുമ്പിരുന്ന BJP അധ്യക്ഷൻ. അപ്പൊ ഇതുപോലുള്ള കള്ളന്മാരെ മാറ്റി നമ്മുടെ കർണാടകയിൽ അറിയാം, ഒരു ചന്ദന കൊള്ളക്കാരനെ വരെ BJP ഫോറസ്റ്റ് മന്ത്രിയാക്കിയ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഇതുപോലെ ഈ കള്ളന്മാരെ, പിന്നെ മറ്റൊരു പ്രധാന കാരണം, ഒരു കാര്യം നമ്മൾ മറന്നുപോകരുത്. ഡോക്ടർ പ്രതാപൻ, നരേന്ദ്രമോദിയെ പോലെ ഇത്രയും ലോക ആരാധ്യനായ 0 ക്രൈം റേറ്റ് ഉള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെ കാണിച്ചിട്ട് ഈ കേരളത്തിൽ കൊണ്ടുവന്ന പ്രതാപൻ ആരാണ്? മെഡിട്രീന ഹോസ്പിറ്റലില് 100ഓളം കേസുകൾ അയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അതിൽ 2 FIR ആണ് ഇയാൾക്ക് ഇട്ടിരിക്കുന്നത്. പഴയ സാധനങ്ങളെ, പഴയ ഹാർട്ടിന് ഉപയോഗിക്കുന്ന സ്റ്റെന്റും അതുപോലെ തന്നെ നമ്മുടെ നീഡിൽസും ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ 5 ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നും ലോൺ എടുത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് ഈ പൈസ കൂടാതെ 2-3 ലക്ഷം രൂപ പേഷ്യൻസിന്റെ മേടിച്ച് അത്രയും വലിയൊരു ക്രിമിനലിനെ കേരളത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുക. ഇതിൽ നിന്ന് എന്ത് സുരക്ഷയാണ് BJP ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നത്? ഇതൊക്കെ ജനം ചിന്തിക്കണം. ഇത് UDFും LDFുമാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്. അവർ മൗനം ഭജിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ വന്ന് ഇവിടെ സംസാരിക്കേണ്ടി വന്നത്. ഇത് UPയിൽ അവസ്ഥ പോലെ ആവരുത് കേരളം. UPയിൽ BJP ഭരിച്ച് എന്തൊക്കെയാണ് കാണിച്ചതെന്ന് നമുക്കറിയാം. അവസാനം അതെല്ലാം പോയി ഒരു കാലത്ത്. അതിനുശേഷം യോഗി വന്ന് എന്ത് ചെയ്തു? യോഗി വന്ന ഒരു മാറ്റം നിങ്ങൾക്കറിയാം. യോഗിയുടെ ചിന്തയല്ല കേരളത്തിൽ. അതുപോലെ തന്നെ ധർമ്മത്തിനെ പറ്റി യാതൊരു വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത കുറെ കപട രാഷ്ട്രീയവാദികളുടെ ഇടയിൽ നിന്നും ഈ ചെന്നായ്ക്കളിൽ നിന്നും ജനങ്ങൾ സ്വയം രക്ഷ നേടേണ്ട ഒരു അവസരമാണിത്.